പശ്ചിമേഷ്യ സാധാരണ നിലയിലേക്ക്. പരസ്പരം ആക്രമിക്കാതെ ഇസ്രായേലും ഇറാനും. അതേസമയം B2 ബോംബറുകൾ ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ വൻതോതിൽ തകർന്നതായി ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൌൺസിലിൽ അമേരിക്ക. ഐക്യരാഷ്ട്രസഭയിലെ UN പ്രതിനിധി ഡൊറോത്തി ഷിയാണ് ഇക്കാര്യം അറിയിച്ചത്. ഇറാന്റെ ആണവായുധ നിർമ്മാണ ശേഷി വൻതോതിൽ ദുർബലമാക്കിയെന്നും സെക്യൂരിറ്റി കൌൺസിലിൽ അമേരിക്ക വ്യക്തമാക്കി. ഐസൺ ജോസ് ചേരുന്നു വിവരങ്ങളുമായി. ഐസൺ, പശ്ചിമേഷ്യ സമാധാനം സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത്? രോഹിണി, തീർച്ചയായും പശ്ചിമേഷ്യ നിലവിൽ താൽക്കാലികമായെങ്കിലും സമാധാനത്തിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ആ സാഹചര്യം തന്നെയാണുള്ളത്. പക്ഷേ ഇസ്രയേലും ഹമാസും തമ്മിലുള്ള സംഘർഷത്തിൽ ഇതുവരെ ഒരു പൂർണ്ണമായ അവസാനം ഉണ്ടായി എന്ന് കരുതുക വയ്യ എന്നതുകൊണ്ട് തന്നെ പശ്ചിമേഷ്യയിൽ സമ്പൂർണ്ണ സമാധാനം വന്നു എന്ന് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ നിരീക്ഷിക്കാൻ സാധ്യമല്ലാത്തൊരവസ്ഥയുമുണ്ട്. പക്ഷേ എടുത്തു പറയേണ്ട ഒരു സാഹചര്യം, ഇറാനും ഇസ്രയേലും തമ്മിലുള്ള ആ സംഘർഷം ഇന്ന് ഈ 12 മണിക്കൂറുകളായി നടന്നിട്ടില്ല എന്നത് തന്നെയാണ്. അത്തരത്തിലൊരു 12 മണിക്കൂറിലേറെയായി വെടിനിർത്തൽ ധാരണ യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുന്നു എന്നത് തന്നെയാണ് വസ്തുത. അതുകൊണ്ട് തന്നെ ഒരു സമാധാനത്തിനുള്ള സാധ്യത, അതായത് പശ്ചിമേഷ്യയിലെ സമാധാനത്തിനുള്ള സാധ്യത വൻതോതിൽ വർദ്ധിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു ശാന്തതയിലേക്ക് പശ്ചിമേഷ്യ താൽക്കാലികമായെങ്കിലും എത്തിയിരിക്കുന്നു എന്ന് നമുക്ക് നിരീക്ഷിക്കാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല, മറ്റൊരു സുപ്രധാന വിഷയം നമ്മൾ എടുത്തു പറയേണ്ടത് ഈ പശ്ചിമേഷ്യൻ സംഘർഷം സംബന്ധിച്ച് അമേരിക്കയുടെ ഇടപെടൽ സംബന്ധിച്ച് ഇറാനിലെ ബോംബറുകൾ ഉപയോഗിച്ചുള്ള B2 ബോംബറുകൾ ഉപയോഗിച്ചുള്ള ആക്രമണം സംബന്ധിച്ചുള്ള വിശദീകരണം ഇന്ന് അമേരിക്ക അവിടെ UN സെക്യൂരിറ്റി കൗൺസിലിൽ നൽകുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു. അതിൽ വളരെ കൃത്യമായി UN സെക്യൂരിറ്റി കൗൺസിലിന്റെ മുന്നിൽ ഡൊറോത്തി ഷി എന്ന് പറയുന്ന അമേരിക്കയുടെ പ്രതിനിധി കൃത്യമായി അവതരിപ്പിച്ചത് പൂർണ്ണമായും ഇറാന്റെ ആണവശേഷി നശിപ്പിക്കാനായി എന്ന് തന്നെയാണ്. വലിയ തോതിൽ കേടുപാടുകൾ പറ്റി എന്നാണ് ഉപയോഗിച്ച വാക്ക് എങ്കിലും പൂർണ്ണമായും അത് തകർക്കാൻ സാധിച്ചു. ഇനി വലിയൊരു കാലഘട്ടത്തിലേക്ക് ആണവ സമ്പുഷ്ടീകരണത്തിലേക്കോ അല്ലെങ്കിൽ ആണവായുധ നിർമ്മാണത്തിലേക്കോ കടക്കാനുള്ളൊരു സാധ്യത ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലൊരു നിലപാട് തന്നെയാണ് കൃത്യമായും UN സെക്യൂരിറ്റി കൗൺസിലിൽ അമേരിക്ക എടുക്കുകയും ചെയ്തിരിക്കുന്നത്. തീർച്ചയായും അത് ഒരു ശാശ്വത സമാധാനത്തിന്റെ സൂചനയായി നമുക്ക് കണക്കാക്കാനും സാധിക്കും. ഇക്കാര്യത്തിൽ, അതായത് ആക്രമണം സംബന്ധിച്ച പരാതികളും UN സെക്യൂരിറ്റി കൗൺസിലിൽ ലഭ്യമാകുന്നതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അടിയന്തരമായി UN സെക്യൂരിറ്റി കൗൺസിൽ യോഗം ചേരുകയും ഈ നിലപാടുകൾ ഈ അമേരിക്കൻ പ്രതിനിധിയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തത്. വലിയ തോതിൽ നടന്ന ആക്രമണത്തിന്റെ അടിസ്ഥാനത്തിൽ വൻതോതിലുള്ള നാശനഷ്ടം ഇറാനിലെ ഫോർഡോ ഉൾപ്പെടെയുള്ള ഫോർഡോ, ഇസ്ഫഹാൻ, അതുപോലെ നെറ്റാസ് എന്ന് പറയുന്ന ആണവായുധ ശേഷിയിലേക്ക് യുറേനിയം കൺവെർട്ട് ചെയ്യുന്ന ആണവ നിലയങ്ങളെല്ലാം തന്നെ തകർക്കാൻ സാധിച്ചു, അല്ലെങ്കിൽ അതിന്റെ നിശ്ചലമാക്കാൻ പൂർണ്ണമായും സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല, തുടർന്ന് നടന്ന ഇസ്രായേലിന്റെ ആക്രമണത്തിലും കടുത്ത രീതിയിലുള്ള നടപടികളുടെ ഭാഗമായി മറ്റ് ആണവ കേന്ദ്രങ്ങളിലേക്കുള്ള സംവിധാനങ്ങൾ, അതായത് സപ്ലൈ ചെയിനുകളും അതിന്റെ ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന ഇടങ്ങളും അത്തരത്തിലുള്ള മേഖലകൾ കൂടി തകർത്തതോടെ അടുത്ത കാലത്തൊന്നും വീണ്ടും യുറേനിയം സമ്പുഷ്ടീകരണത്തിലേക്ക് നീങ്ങാൻ ഇറാന് സാധ്യമാകുന്ന അവസ്ഥയില്ല എന്ന് തന്നെയാണ് അമേരിക്ക വ്യക്തമാക്കിയിരിക്കുന്നത്. ചില ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ തെറ്റായ ചില വ്യാഖ്യാനങ്ങൾ പുറത്തു വന്നതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് കൃത്യമായ ഈ വെളിപ്പെടുത്തലിന് വാർത്താ പ്രാധാന്യം പുറത്തു വരികയും ചെയ്യുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഈ ശക്തമായ ആക്രമണത്തിൽ B2 ബോംബറുകൾ ഉപയോഗിച്ചുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ ആണവ താവളങ്ങൾ പൂർണ്ണമായും തകർന്നു എന്ന നിലപാട് കൃത്യമായി ലോകത്തെ അറിയിച്ചിരിക്കുകയാണ് അമേരിക്ക. രോഹിണി. ശരി, ഐസൺ ജോസാണ് വിവരങ്ങൾ നൽകിയത്.